Hi everyone, welcome back to Kavitha's Sugar and Spice. ഞാൻ കവിതയല്ല, ഞാൻ കവിതേൻ്റെ മോളാണ് ഐശ്വര്യ. പക്ഷെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അടുക്കളയിൽ പരീക്ഷിക്കാറുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വിജയിച്ചൊരു പരീക്ഷണം കാണിച്ചു തരാൻ പോവാണ്. ചിക്കൻ സ്റ്റർ ഫ്രൈ നൂഡിൽസ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാൻ 2 ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിക്കുകയാണ്, ബോൺലെസ് ചിക്കൻ ബ്രസ്റ്റ്. ഇത് ഏകദേശം ഒരു 2 പൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഈ ചിക്കൻ ബ്രസ്റ്റുകൾ നമ്മൾ സ്മോൾ ക്യൂബ്സ് ആയിട്ട് മുറിക്കണം. സ്മോൾ ക്യൂബ്സ് എന്ന് പറയുമ്പം സൈസ് ഇങ്ങനെ വരും. ഏകദേശം ഒരു 1/2 ഇഞ്ച് ഉണ്ടാവും. നമ്മൾ ഈ ചിക്കനിലുള്ള ഈ ഫാറ്റൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. നമ്മൾ ഈ ചിക്കനെ മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ സോയ സോസ് ആ ചിക്കനിലേക്ക് ഇടുക. ഈ നെയിൽ പോളിഷ് ഇല്ലാത്ത ഈ കൈ എൻ്റെ അച്ഛൻ്റെ കൈയാണ്. അച്ഛനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ സ്റ്റർ ഫ്രൈ സോസും 1 ടേബിൾ സ്പൂൺ ഹോയ്സൺ സോസ് ഈ ചിക്കനിലേക്ക് ഇടുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ സ്രാച്ച സോസും ആഡ് ചെയ്യുക. എല്ലാം മിക്സ് ചെയ്തിട്ട് നല്ലോണം ചിക്കനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. വേറെ ഉപ്പൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, കാരണം കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യാം. മാത്രമല്ല സോയ സോസിൽ ഒരുപാട് ഉപ്പുണ്ട്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ റെഗുലർ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തിട്ട് അതൊന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ചിക്കനെ കുക്ക് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ നമ്മൾ ഇതിൽ കുക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ ചിക്കനെ ഒരു 15 മിനിറ്റ്സിന് മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പം അതിനെ നമുക്കിനി ഈ ചൂടായ പാനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ സ്റ്റർ ഫ്രൈ ചെയ്യുമ്പം നമ്മൾ ഈ ചിക്കനെ അധികം നേരം മൂടി വയ്ക്കാൻ പാടില്ല. അപ്പം ഒരു 1 to 2 മിനിറ്റ്സ് മൂടി വെച്ച് കഴിഞ്ഞാൽ ആദ്യം തുറന്ന് അതിനെ ഇളക്കണം. അല്ലെങ്കിൽ ചിക്കൻ്റെ ടേസ്റ്റും ടെക്സ്ചറും വല്ലാണ്ട് റബ്ബറി ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റൈലിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത്. നമ്മൾ ചിക്കൻ വളരെ കുറച്ച് നേരത്തിൽ തന്നെ റെഡിയായി. അപ്പം നമുക്ക് ഈ ചിക്കനെ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മളെ നൂഡിൽസിനെ പ്രിപ്പയർ ചെയ്യാം. ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന നൂഡിൽസ് ഈ ചിങ്സ് സീക്രട്ട് വെജ് ഹാക്ക നൂഡിൽസ് ആണ്. ഇനി ഞാൻ ഈ നൂഡിൽസ് ഇതിലുണ്ട് 4 ബ്ലോക്ക് ഉണ്ട്. 2 ബ്ലോക്ക് ഈ വെള്ളത്തിലേക്ക് വെക്കാൻ പോവുകയാണ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. തിളപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഈ നൂഡിൽസ് ഇതിലേക്ക് ഇടുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇത് അടച്ചു വയ്ക്കുക കുക്കാവാൻ വേണ്ടിയിട്ട്. 2 to 3 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഈ നൂഡിൽസ് റെഡിയായി. അത് നമുക്ക് എടുത്തിട്ട് വാർത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ നൂഡിൽസ് നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ റിൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ബാക്കി പണികൾ നോക്കാം. ഇനി നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാൻ ഉപയോഗിച്ച അതേ പാത്രം യൂസ് ചെയ്തിട്ട് നമ്മളെ വെജിറ്റബിൾസിനെ കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ ഈ പാനിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഈ വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പോകുന്ന ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളും അങ്ങനെ കുക്ക് ചെയ്യുന്നത്. ആദ്യം ഞാൻ ഉള്ളിയാണ് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഒരു ഉള്ളി ഉണ്ട്, അത് സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. 1/2 ടീസ്പൂൺ സോൾട്ട്. ഉള്ളി ഒരുവിധം കുക്കായതിനു ശേഷം നമുക്ക് നമ്മൾ അടുത്ത വെജിറ്റബിൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. അത് ക്യാരറ്റ് ആണ്. ഇതിൽ ഒരു വലിയ ക്യാരറ്റ് നമ്മൾ ജൂലിയൻ സ്റ്റൈൽ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ക്യാരറ്റിന് കുറച്ചും കൂടി സമയം വേണം കുക്കാവാൻ, അതുകൊണ്ടാണ് അത് നമ്മളിപ്പം ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ 1 കപ്പ് അൺകുക്ക്ഡ് ബ്രോക്കലി ഫ്ലോററ്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ക്യാരറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ലോവർ ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇത് കുക്കാവുന്നത്. ഇനിയിപ്പം നമ്മളിതിൽ ഒരു ഗ്രീൻ ബെൽ പെപ്പറും കുറച്ച് എഡമാമ ഇതിൽ ആഡ് ചെയ്യാൻ പോവാണ്. ഈ എഡമാമ പ്രീ കുക്ക്ഡ് ആണ്, അതുകൊണ്ടാണ് ഇത് അവസാനമായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ. എഡമാമേന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീൻസോ അല്ലെങ്കിൽ പീസോ എന്താ വെച്ചാൽ ആഡ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രകാരം. നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേഷന് ഉപയോഗിച്ച അതേ സോസിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും പകുതി അളവിൽ മെഷർ ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഈ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച നൂഡിൽസാണിത്. അത് നമുക്ക് ഈ വെജിറ്റബിൾസിലേക്ക് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം. ഇനി നമ്മൾ നൂഡിൽസ് ഇതിൽ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം.
അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസ് നല്ലോണം മിക്സ് ചെയ്യണം. ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ സോസ് ആഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആ സോയ സോസിലുണ്ടായിരുന്ന ഉപ്പ് പോരെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ആഡ് ചെയ്യുക ഉപ്പ്. നമ്മൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ സെർവ് ചെയ്യാം. Thank you everybody for watching. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. Have a wonderful day. Take care and bye-bye.